മോളെ, നിങ്ങളിപ്പോ എവിടെയാ? അമ്പലത്തിലെത്തിയോ? ഞങ്ങൾ അമ്പലത്തിലെത്തി ചന്ദ്രമ്മ. ഞങ്ങളിവിടെ സേഫാ. ഇനി ഒന്നിനെ കുറിച്ചും ആലോചിച്ച് ചന്ദ്രമ്മ പേടിക്കണ്ട. എന്റെ ദേവി, ഇപ്പോഴാ എന്റെ നെഞ്ചിനകത്തെ ഭാരം കുറച്ച് കുറഞ്ഞത്. ഇനി കിടന്നാ എനിക്ക് സമാധാനത്തോടെ ഉറങ്ങാം. മോളെ, അവിടെ നടന്ന കാര്യങ്ങളെക്കുറിച്ച് ഓർത്ത് മോള് വിഷമിക്കണ്ട. മോള് പോയി കിടക്കാൻ നോക്ക്. ഇല്ല ചന്ദ്രമ്മ, ഭഗവത്ഗീതയിൽ പറഞ്ഞതുപോലെ സംഭവിക്കുന്നതെല്ലാം നല്ലതിന്, സംഭവിച്ചു കഴിഞ്ഞതും നല്ലതിന്, ഇനി സംഭവിക്കാൻ പോകുന്നതും നല്ലതിന്. അനുഭവിക്കാനുള്ളതെല്ലാം അനുഭവിച്ചല്ലേ തീരൂ. ഒരു തെറ്റും ചെയ്യാത്ത അച്ഛൻ ജയിൽ ശിക്ഷ അനുഭവിക്കുന്നില്ലേ? അത് പിന്നെ മോളെ, മഹി ഇപ്പോഴും. ശരി ചന്ദ്രമ്മ, കുറെ അലഞ്ഞതുകൊണ്ടായിരിക്കും. അമ്മയ്ക്ക് നല്ല ക്ഷീണമുണ്ട്. എനിക്ക് ഉറക്കം വരുന്നു. ഞാൻ ഫോൺ വെക്കട്ടെ, നാളെ വിളിക്കാം. തിരുമേനി. എന്താ കുഞ്ഞെ, വീണ്ടും മുഖത്തൊരു സങ്കടം കാണുന്നുണ്ടല്ലോ. എന്താ ഉണ്ടായത്? അത് അമ്മ പഴയ വിശ്വാസങ്ങൾക്ക് മുറുകെ പിടിച്ച് ജീവിക്കുന്ന ഒരു പാവമാ തിരുമേനി. കള്ളം പൊട്ടിച്ചുകൊണ്ടുപോയ സ്വർണമാലയില് അമ്മയുടെ താലിയും ഉണ്ടായിരുന്നല്ലോ. താലി നഷ്ടപ്പെട്ട അത് കെട്ടിയ ആളുടെ ആയുസിന് എന്തെങ്കിലും സംഭവിക്കുമെന്നുള്ള ഭയത്തിലാ അമ്മ. അതൊക്കെ വെറും അന്ധവിശ്വാസങ്ങളാ. അച്ഛൻ ഒരു അബദ്ധം സംഭവിക്കില്ലെന്ന് എത്ര പറഞ്ഞിട്ടും അമ്മയ്ക്ക് ഒരു സമാധാനം കിട്ടുന്നില്ല. താലി നഷ്ടപ്പെട്ട സമയം മുതല് കരച്ചിലോട് കരച്ചില്ല. മോളെ, അതിനെ വെറും ഒരു അന്ധവിശ്വാസമാണെന്ന് പറഞ്ഞ് തള്ളിക്കളയാൻ പറ്റില്ല. ഒരു പെണ്ണിനെ സംബന്ധിച്ച് താലി എന്ന് പറയുന്നത് വെറും ഒരു കഷ്ണം സ്വർണമോ മഞ്ഞച്ചരടോ മാത്രമല്ല. അത് രണ്ട് ആത്മാക്കളുടെ ബന്ധമാണ്. തന്നിലേക്ക് അലിഞ്ഞു ചേരുന്ന ഭർത്താവിന്റെ ആയുസ്സിനും ക്ഷേമത്തിനും വേണ്ടി ഒരു സ്ത്രീ തനിക്ക് മേൽ ചാർത്തുന്ന സംരക്ഷണ കവചമാണത്.